കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയ്ക്കും കരുണയ്ക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമാണ്. നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടുത്തെ ഉപകാരങ്ങൾ എണ്ണമറ്റതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. ശകലമല്ല, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവിടുത്തെ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് പകലിലും വ്യക്തമായി നമുക്ക് തിരിച്ചറിയാനിടയാവണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരൻ പറയുക, അവിടുത്തെ ഉപകാരങ്ങളും അവിടുത്തെ കരത്തിന്റെ പ്രവൃത്തികളും നമുക്ക് വേണ്ടി വെളിപ്പെട്ടതോർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിടയാവണം. നന്മയല്ലാതെ ഒന്നും എന്റെ കർത്താവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. സകലമല്ല, സകലവും നന്മയ്ക്കായി കൂടി നമുക്ക് പലതും തിന്മയെന്ന് ആദ്യം തോന്നിയാലും അതിന്റെ എൻഡിൽ വരുമ്പോൾ അത് നന്മയാണെന്ന് മനസ്സിലാവും. ആദ്യമെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ എന്തിനൊരു മധുരമുണ്ട്. മാറായുണ്ടെങ്കിലേ ഒരു മധുരം ഉണ്ടാകും. വിലാമമുള്ളിടത്താണ് ഒരു നൃത്തമുള്ളത്, രട്ടുള്ളിടത്താണ് സന്തോഷമുള്ളത്. തലകുനിക്കപ്പെട്ടിടത്താണ് തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യം വെളിപ്പെടുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. യോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചിന്തിച്ചു. സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്ത ദോഷമാണ്, എന്നെ വിറ്റത് നിങ്ങൾ എനിക്കെതിരെ വലിയ ദോഷമാണ്, ഇനി എന്റെ അഡ്രസ് ഇല്ല, അത് ഇല്ലാതാക്കാനാണ് നിങ്ങൾ ചെയ്തതെങ്കിലും എന്റെ ദൈവമോ ഇന്നുള്ളതുപോലെ ആ ചെയ്തതിനെ ഗുണമാക്കി തീർത്തു. നോക്കണേ സഹോദരങ്ങളെ, അവര് ചെയ്തത് മറ്റൊരു കാര്യമാണെങ്കിലും അതിനെ ഗുണമാക്കി തീർത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോസഫ് സഹോദരന്മാർ പറയുക, നിങ്ങൾ ചിന്തിച്ചത് വേറെ ആയിരിക്കാം, പക്ഷേ അതിനെപ്പോലും ദൈവം ഗുണമാക്കി തീർത്തു. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് പറയുന്നു, നമുക്കെതിരെ വന്ന ചിലത് അണിയറയിൽ പദ്ധതി ഒരുക്കിയതൊക്കെ നമ്മുടെ നാശത്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിലും അതിനെപ്പോലും ഗുണമാക്കി മാറ്റിയ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കും. നമുക്ക് വളരെ അറിയാവുന്ന ഒരു വാക്യം, ലൂക്കോസ് സുവിശേഷം 5:3, ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. യേശു ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെത്തിക്കൊണ്ടിരുന്നു. പ്രിയരെ, വചനം കേൾക്കാൻ ഒരു ഭയങ്കര ദാഹം. കണ്ടോ, പുരുഷാരം വചനം കേൾക്കേണ്ടത്. വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്, വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്, വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്, വചനം അയച്ചാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. വചനം അയച്ച കാര്യം സാധിപ്പിക്കുന്നതാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടതാണ്, നിലനിൽക്കുന്നതാണ് വചനം. വചനം ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോ ഈ വചനം കേൾക്കാൻ ഒരു തിക്കൽ, ഒരു തിരക്ക്, ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടോ?
എനിക്ക് വചനം കേൾക്കണം. കണ്ടോ, തിക്കിക്കൊണ്ടിരുന്നു. ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ഇനി നോക്കൂ, ആ പടകുകളിൽ ഷിമോനുള്ളതായ ഒന്ന് യേശു കയറി. പ്രിയരെ, ഷിമോനുള്ളതായ ഒരു പടകിൽ യേശു കയറി. ശൂന്യമാക്കപ്പെട്ട ഒരു പടകിലേക്ക് യേശു കയറുകയാണ്. തലേ രാത്രി വരെ പ്രയത്നങ്ങൾ അസ്തമിച്ച് നിരാശ വന്ന ഒരുവന്റെ പടകിലേക്ക് യേശു കയറുകയാണ്. പ്രഭാതത്തിൽ ഒന്നും കാണാതെ തിരിച്ചു പോകാൻ ചിന്തിച്ച ഒരുവന്റെ പടകിലേക്ക് യേശു കയറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, നിന്റെ പടകിൽ യേശു കയറുന്നതിന്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? ശൂന്യമാക്കപ്പെട്ടതാണ്, രാത്രിയിൽ വേദന അനുഭവിച്ചതാണ്, കുഴഞ്ഞുപോയ സബ്ജക്റ്റാണ്, ഒന്നും കിട്ടാത്തതാണ്. അതാണ് ഷിമോൻ പറയുന്നത്. ആഴത്തിലേക്ക് നീക്കി. അത് കഴിഞ്ഞിട്ട് യേശു സംസാരിച്ചു തീർന്ന് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന്. അപ്പോ കരയിൽ നിർത്തിയ പടകാണ്. മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കുഴഞ്ഞുപോയ ഒത്തിരി വിഷയങ്ങൾ ദൈവാത്മാവ് ചിലരെ കാണിക്കുന്നു. പക്ഷെ അവിടെ നിന്റെ പടകിനകത്ത് അമരക്കാരൻ നിയന്ത്രണം ഏറ്റെടുക്കാൻ, ഇന്നലെ നീ വേദനപ്പെട്ട ഇടത്ത്, സങ്കടപ്പെട്ട ഇടത്ത്, ശൂന്യമാക്കപ്പെട്ട ഇടത്ത്, തകർച്ച നേരിട്ട ഇടത്ത് ഒരുവൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കുക. നിന്റെ പടകിൽ കയറിയവന് നിന്നെ പറ്റിയും നിന്റെ കുടുംബത്തെ പറ്റിയും തലമുറയെ പറ്റിയും ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് എത്ര പേർ ഈ ദൂതിന്റെ മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കും? പടകിലേശു കയറിയതിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒന്നാ പടകിലിരുന്ന് വചനം സംസാരിക്കുകയാണ്. അനേകർ വചനത്താൽ വിടുവിക്കപ്പെടുകയാണ്, കർത്താവിന്റെ മഹത്വം കാണുകയാണ്. പക്ഷേ പടകിലേശു കയറി സംസാരിച്ചു തീർന്നപ്പോൾ നിന്റെ വ്യക്തിപരമായ വിഷയത്തിന് ഒരു ഇടപെടൽ വരാൻ പോകുക. നിന്റെ കുടുംബജീവിതത്തെ തകർത്ത, നിന്റെ തലമുറകൾക്കെതിരെ നിൽക്കുന്ന, നിന്നെ ശൂന്യമായി ഒതുക്കിയ ആ വിഷയത്തെ യേശു തൊടാൻ നിന്റെ പടകിൽ കയറി. വിശ്വസിക്കാം. സ്തോത്രം. അവര് പറയുകയാണ്, പത്രോസ് പറയുന്ന, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വിലയിറക്കാം. ശൂന്യമാക്കപ്പെട്ട പടകിലേക്ക് യേശുവിന്റെ കമാൻഡ് പുറപ്പെടുകയാ, ആഴത്തിലേക്ക് നീക്കുക. അവർ ആഴത്തിലേക്ക് നീക്കി വലയെറിഞ്ഞു. ഇന്നലെ ഒതുക്കപ്പെട്ടിടത്ത് തന്നെ പടക് നിറയുക. നിന്റെ പടകിൽ ഒരുവൻ കയറിയാൽ, തലേ ദിവസം നീ ശൂന്യമെന്ന് പറഞ്ഞ, ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ, ഇനി സാധ്യതയൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞിടത്ത് ഒരു വലിയ നിറവ് ഇന്നു പകലും നൽകാൻ കഴിവുള്ളവൻ, നിറയ്ക്കാൻ കഴിവുള്ളവൻ, ഉയർത്താൻ കഴിവുള്ളവൻ സഹോദരങ്ങളെ നമ്മുടെ പടകിൽ കയറിയിട്ടുണ്ട്. മറ്റുള്ളവർ കൂടെ വിസ്മയം വരത്തക്ക രീതിയിൽ, സംഭ്രമം പിടിക്കത്തക്ക രീതിയിൽ അവർ നോക്കിയപ്പോ ഇന്നലെ വീശിയെടുത്ത്, ഇന്നലെ പ്രയത്നിച്ചെടുത്ത്, ഇന്നലെ കൈകുഴഞ്ഞെടുത്ത്, അധ്വാനം നിഷ്ഫലമായിടത്ത്, എക്സ്പീരിയൻസ് പരാജയപ്പെട്ട ഇടത്ത് ഇതാ ഒരുവൻ പടകിൽ കയറിയപ്പോ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഉറപ്പിച്ചോ, നിങ്ങളുടെ പടകിൽ കർത്താവ് കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പടകിൽ, തലമുറയുടെ പടകിൽ, വിശക്തന്മാരെ നിങ്ങളുടെ ശുശ്രൂഷയുടെ പടകിൽ അമരക്കാരനായി കർത്താവ് കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ഹിസ്റ്ററി നോക്കണ്ട, ഈ പ്രഭാതത്തിൽ ഒരു വലിയ നിറവ് നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ, ശരീരത്തിന്മേൽ ഒക്കെ ദൈവം നിറയ്ക്കാൻ പോകുക. എവിടൊക്കെ നിറവ് വേണമോ, എവിടൊക്കെ നിറഞ്ഞു വരണമോ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ നിറവ്,
ആരാധന നിറവേറട്ടെ. വചനധ്യാനത്തിൽ ഒരു നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിറയ്ക്കുന്നവന്റെ നിറവ് ഇന്ന് പകൽ വ്യാപരിക്കുക. പടകിലുള്ളവൻ കാറ്റുകളെ ശാസിക്കുന്ന, ശൂന്യതകളെ മാറ്റുന്ന, ആഴത്തിന്മേൽ ഇരുളുണ്ട്, ഇരുളിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അതിനെ മാറ്റുന്നവന്റെ കമാൻഡ് പുറപ്പെടുകയാണ്. അതേ ആഴത്തിൽ തന്നെ നിനക്കൊരു കരുതൽ വെളിപ്പെടാൻ പോകുകയാണ്. നീ കാണാത്ത അടിത്തട്ടിൽ കിടക്കുന്ന ചില കരുതലുകൾ വെളിപ്പെടുത്താൻ ഒരുവൻ നിന്റെ പടകിൽ കയറിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടുത്തി സ്വർഗമാദരിക്കുന്നതിന് സ്തോത്രം. ഇന്നലകളിൽ തലകുനിക്കപ്പെട്ട ഇടത്ത്, തലരാത്രി ഒതുക്കപ്പെട്ട ഇടത്ത്, പരാജയപ്പെട്ട ഇടത്ത്, വേദനിച്ചയിടത്ത് പ്രഭാതത്തിൽ പടകിൽ ഒരുവൻ കയറി അങ്ങയുടെ മഹത്വം ഇറക്കിയിരിക്കയാൽ സ്തോത്രം. ജനം വിടുതൽ പ്രാപിച്ചിരിക്കയാൽ സ്തോത്രം. ദൈവശക്തി വെളിപ്പെടുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഈ വചനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.